തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാം മറക്കുന്ന ജനതയാണ് കേരളമെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കെടുതികൾ ഉണ്ടായാലും എന്തെല്ലാം ക്രൂരത അനുഭവിക്കേണ്ടി വന്നാലും അതിനൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് ആരാണോ തങ്ങളെ പീഡിപ്പിച്ചത് അവരെ തന്നെ വീണ്ടും അധികാരത്തിലേക്കുന്ന ഒരു സ്വഭാവ വിശേഷം കേരളത്തിലുണ്ട്. ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടത് വലത് മുന്നണികൾക്ക് അവർക്ക് ഇവരുടെ മനഃശാസ്ത്രം കൃത്യമായിട്ട് അറിയാം. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ വയനാട് ദുരന്തമുണ്ടായി. അവിടെ നഷ്ടപ്പെട്ടു പോയ ജീവനുകളുടെ എണ്ണം, അവിടെ നഷ്ടപ്പെട്ടു പോയതിന്റെ എണ്ണം എടുത്താൽ ഓരോ വീട്ടിലും 2 കോടിയിൽ പരം രൂപ കൊടുക്കാൻ മാത്രം തുക പിരിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ കൈവശം ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. എന്നിട്ട് ഇപ്പോഴും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കിട്ടിയിട്ടില്ല. അതിന് നടപടിക്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട. ഓരോ വീട്ടിലുമുള്ള 2 കോടി രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ അവർ എവിടെയെങ്കിലും പോയി നല്ല സുഖമായി ജീവിച്ചോളുമായിരുന്നു. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? 740 കോടി രൂപ കേരളത്തിലെ പൊതുസമൂഹം പിരിച്ച് പിണറായി വിജയന്റെ കയ്യിലോട്ട് കൊടുത്തതാണ്. ഇപ്പോഴും പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്തത് എന്താ? കേരള വികസനത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയല്ലേ അത്? അപ്പോൾ കേരളത്തിന്റെ മൊത്തം വികസനം ഈ രീതിയിലല്ലേ പോകുന്നത്? ഇതില് ഒരു കാലത്ത് മാറ്റം വരാത്തിടത്തോളം കാലം ഈ പറഞ്ഞ അഴിമതിക്കാർ ഇവിടെ തുടർ ഭരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് LDF-ഉം UDF-ഉം. അതാണ് കേരളം മാറ്റേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇത് സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ശ്രീ ജേക്കബ് ജോർജ് പ്രകടിപ്പിച്ചു. ത്രിപുരയിൽ ഇങ്ങനെ ആശങ്കയുണ്ടായിരുന്നു. 1% വോട്ടില്ലാത്ത BJP ഇത് ത്രിപുര ഭരിക്കുക. അതുപോലെ തന്നെ 1% വോട്ട് 1.5% വോട്ടുണ്ടായിരുന്ന ബംഗാളിൽ ഇന്ന് 77 സീറ്റോട് കൂടി അവിടെ പ്രതിപക്ഷമാ, മാത്രമല്ല അടുത്ത ഭരണപക്ഷമാ. ഇത് തന്നെയായിരുന്നു ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഒരു കാലത്ത് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് അളമുട്ടിയാൽ ചേര കടിക്കുക എന്നുള്ള മട്ടില് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇനി സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ അവർ BJP-യിലേക്ക് തിരിയേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ കാണിച്ചതാണ്. പിന്നെ അവിടെ നമുക്ക് ഇല്ലോജിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാം. പ്രതിമ സ്ഥാപിച്ചാൽ പട്ടിണി മാറുമോ? പ്രതിമ സ്ഥാപിച്ചാൽ പട്ടിണി മാറും. അത് കാണിച്ചു കൊടുത്തു. ഗുജറാത്തിൽ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ആ പ്രതിമ സ്ഥാപിച്ചതിന്റെ 10 ഇരട്ടി തുക അവിടെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രതിമ സ്ഥാപിച്ചാലും പട്ടിണി മാറും. അമ്പലം പണിതാ പട്ടിണി മാറുമോ? അമ്പലം പണിതാ പട്ടിണി മാറും. 66 കോടി ജനങ്ങളാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത്. ആ സംസ്ഥാനത്ത് കിട്ടിയ തുക എത്രയാണ്? 17,000 കോടി രൂപ ആ സംസ്ഥാനത്ത് സർക്കാർ ചെലവഴിച്ചപ്പോ അതിന്റെ 20 ഇരട്ടി തുകയാണ് ആ സംസ്ഥാനത്തിന് പിരിഞ്ഞു കിട്ടിയത്. അപ്പോൾ ആ തരത്തിൽ സാമ്പത്തിക ആസൂത്രണം നടത്താൻ കഴിയുന്ന ഗവൺമെന്റുകൾക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ പള്ളിക്കൂടം ഉണ്ടാക്കി ഒരൊറ്റ കോളേജ് യുപിയിലെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയാണ്? 65 വർഷക്കാലം കൊണ്ട് ശരി നമുക്ക് 1 മിനിറ്റ് കൂടിയുള്ളൂ. വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തു. അതായത് സാമ്പത്തിക രംഗത്ത്, ദാരിദ്ര്യത്തിന്റെ രംഗത്ത് പുറകിൽ നിന്ന് 5ാമത് നിന്ന രാജ്യം ഇന്ന് മുന്നിൽ നിന്ന് 5ാമത് എത്തിയത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ജേക്കബ് സാർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 65 കൊല്ലം വേണ്ടി വന്നു അത്രയൊക്കെ ചെയ്യാൻ. ആ 65 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ 10 വർഷം കൊണ്ട് BJP ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കേരളീയ ജനങ്ങൾ അത് കാണുന്നുണ്ട്. കേരളത്തിൽ യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ.